ഹായ് ഓൾ. 10ാം ക്ലാസ് പ്രിലിമിനറി എക്സാമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം ഇനി അടുത്തത് നമ്മൾ ഡിഗ്രി പ്രിലിമിനറി എക്സാമാണ് അടുത്തതായിട്ട് നമുക്ക് വരുന്ന എക്സാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിഗ്രി പ്രിലിമിനറി എക്സാമിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ് നമുക്കൊന്ന് പറയാം. ഡീറ്റെയിൽഡ് സിലബസ് വെച്ചിട്ട് അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ പാർട്ട് 1 നമുക്ക് വരുന്നത് ജനറൽ നോളേജ് ആണ് അല്ലേ. അപ്പോൾ ജനറൽ നോളേജിൽ ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്നാണ് നമുക്ക് 10 മാർക്ക് വരുന്നത്. ഹിസ്റ്ററിക്ക് നമുക്ക് എത്ര മാർക്കാണ് വരുന്നത്? 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അടുത്തത് ജോഗ്രഫിക്ക് നമുക്ക് കേരള ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി എല്ലാം കൂടെ കൂട്ടിയിട്ട് എത്ര മാർക്കാണ്? 5 മാർക്കാണ് വരുന്നുള്ളൂ. എക്കണോമിക്സിനാണെങ്കിലും 5 മാർക്ക്, സിവിക്സിന് 5 മാർക്ക്, പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്കേ വരുന്നുള്ളെങ്കിലും വളരെ വൈഡായിട്ടുള്ള ഒരു ഭാഗം നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇതെല്ലാമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സും നമ്മളോട് ചോദിക്കും. പിന്നെ ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ ആൻഡ് സ്പോർട്സിൽ നിന്ന് നമുക്ക് 10 മാർക്കാണ് കേട്ടോ വരുന്നത്. പിന്നെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 5 മാർക്ക്, സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും 5 മാർക്ക്. പിന്നെ പാർട്ട് 2 വരുന്നത് നമുക്ക് സിമ്പിൾ അരിത്തമാറ്റിക്, മെൻ്റൽ എബിലിറ്റി, റീസണിങ്സ്, ഇതിന് നമുക്ക് 20 മാർക്കാണ് കേട്ടോ. ജനറൽ ഇംഗ്ലീഷിന് 20 മാർക്ക്. പിന്നെ നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് നമുക്ക് മലയാളം ആണല്ലോ, അപ്പോൾ മലയാളത്തിന് നമുക്ക് 10 മാർക്ക്. അപ്പം ഇംഗ്ലീഷിന് 20 മാർക്ക്, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി, റീസണിങ്ങിന് നമുക്ക് 20 മാർക്ക്, മലയാളം ലാംഗ്വേജിന് 10 മാർക്ക്. ബാക്കി 50 മാർക്കാണ് നമ്മുടെ ഹിസ്റ്ററി, ജോഗ്രഫി, സിവിക്സ്, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, കമ്പ്യൂട്ടർ, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ ഭാഗത്തു നിന്ന്. ഓക്കെ, അപ്പോൾ 2 പാർട്ടായിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക മാത്സിലും ഇംഗ്ലീഷിലും മലയാളത്തിലും നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ അവിടെ നിന്ന് നമുക്ക് ഉറപ്പായിട്ടും 50 മാർക്ക് മേടിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പഠിക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മാർക്ക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെയൊരു ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഡീറ്റെയിൽഡ് സിലബസ് നോക്കുമ്പം ഹിസ്റ്ററിക്ക് നമുക്ക് 10 മാർക്കാന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൽ ഒന്നാമത്തെ ടോപ്പിക്ക് നോക്കിക്കേ, കേരള എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് അറൈവൽ ഓഫ് യൂറോപ്യൻ, കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻസ്, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്തിര തിരുനാൾ, സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്, നാഷണൽ മൂവ്മെൻറ്റ് ഇൻ കേരള, ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി, യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956. അപ്പോൾ കേരള ഹിസ്റ്ററിയിൽ 10 മാർക്കാന്ന് പറഞ്ഞു അല്ലേ. അതിൽ കേരള എന്ന് പറഞ്ഞ ഭാഗത്തു നിന്ന് നമുക്ക് വരുന്നത് യൂറോപ്യന്മാരുടെ ആഗമനം, പിന്നെ യൂറോപ്യന്മാർ നമുക്ക് നൽകിയ സംഭാവനകൾ, മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീചിത്ര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിൻ്റെ ചരിത്രം, സാമൂഹികവും മതപരവുമായ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, പിന്നെ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനം, കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകൾ, അതുപോലെ തന്നെ ഐക്യ കേരള പ്രസ്ഥാനമുണ്ട്. പിന്നെ 1956 ശേഷമുള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രം, ഇവയാണ് നമുക്ക് കേരള എന്ന ഭാഗത്തു നിന്ന് കവർ ചെയ്യാനുള്ളത്. ഇത് തന്നെ എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ പോയിൻറ്റ്സുകളെല്ലാം നമുക്ക് മനഃപ്പാഠമാക്കാനായിട്ട് സാധിക്കും അല്ലേ. പിന്നെ അടുത്തത് ഇന്ത്യയുടെ ഭാഗത്ത് നമുക്ക് വരുന്നത് മിഡീവിയൽ ഇന്ത്യ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, കോൺട്രിബ്യൂഷൻസ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബ്രിട്ടീഷ്, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫോർമേഷൻ ഓഫ് INC, സ്വദേശി മൂവ്മെൻറ്റ്, സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്, ന്യൂസ് പേപ്പർ, ലിറ്ററേച്ചർ ആൻഡ് ആർട്ട് ഡ്യൂറിംഗ് ദ ഫ്രീഡം സ്ട്രഗിൾ, ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റ് ആൻഡ് മഹാത്മാഗാന്ധി, എക്സ്ട്രീമിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യാസ് ഇൻഡിപെൻഡൻറ്റ്, പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് പീരീഡ്, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, ഡെവലപ്മെൻറ്റ് ഇൻ സയൻസ്, എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി, ഫോറിൻ പോളിസീസ്, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ 1951. അപ്പോൾ ഇന്ത്യ എന്ന ഭാഗത്തു നിന്ന് വരുന്നത് എന്തൊക്കെയാണ്? മധ്യകാല ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ചും, രാഷ്ട്രീയ ചരിത്രം, ഭരണപരിഷ്കാരങ്ങൾ, സംഭാവനകൾ, ബ്രിട്ടീഷ് സ്ഥാപനം, ഒന്നാം സ്വാതന്ത്ര്യ സമരം, INCയുടെ രൂപീകരണം, സ്വദേശി പ്രസ്ഥാനം, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം, പത്രങ്ങൾ, സ്വാതന്ത്ര്യ സമരകാലത്തെ സാഹിത്യവും കലയും, സ്വാതന്ത്ര്യ പ്രസ്ഥാനവും മഹാത്മാഗാന്ധിയും, ഇന്ത്യയിലെ തീവ്രവാദ പ്രസ്ഥാനം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും സ്വാതന്ത്ര്യാനന്തര കാലഘട്ടവും, സംസ്ഥാന പുനഃസംഘടന, ശാസ്ത്രം, വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യ എന്നിവയിലെ വികസനം, വിദേശ നയം, 1951 ശേഷമുള്ള രാഷ്ട്രീയ ചരിത്രം, ഇവയൊക്കെയാണ് ഈ ഭാഗത്ത് വരുന്നത്. ഇനി വേൾഡ് ഹിസ്റ്ററി എടുത്താലോ, ഗ്രേറ്റ്
ട്രേഡ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, ചൈനീസ് റെവല്യൂഷൻ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, UNO ആൻഡ് ദ അതർ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. അപ്പോൾ വേൾഡ് ഹിസ്റ്ററി, ലോക ചരിത്രം എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള രാഷ്ട്രീയ ചരിത്രം, ഐക്യരാഷ്ട്രസഭയും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളും, ഇവയൊക്കെയാണ് ഈ 3 ഭാഗത്തുനിന്ന് ഹിസ്റ്ററി എന്ന ഭാഗത്തിൽ കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നും വരുന്നത്. പിന്നെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ്, ഈ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സും ഇവിടെ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ജോഗ്രഫിക്ക് നമുക്ക് 5 മാർക്കാന്ന് പറഞ്ഞു അല്ലേ. അവിടെ ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി, അടിസ്ഥാനം ബേസിക്സ് ഓഫ് ജോഗ്രഫി എന്നിവ വരുന്നുണ്ട്. അപ്പോൾ നോക്കിക്കേ, ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ വരുന്നത് എർത്ത് സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്ക്, ലാൻഡ് ഫോംസ്, പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡ്സ്, ടെമ്പറേച്ചർ ആൻഡ് സീസൺ, ഗ്ലോബൽ ഇഷ്യൂസ്, ഗ്ലോബൽ വാർമിംഗ്, വേരിയസ് ഫോം ഓഫ് പൊല്യൂഷൻസ്, മാപ്സ്, topographic map and science, remote sensing, geographical information system, ocean and its various movement, continents, world nations and its specific features. അപ്പോൾ അത് നമുക്ക് എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയാലോ. ഭൂമിയുടെ ഘടന പഠിക്കണം, അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കണം, പാറകൾ, ഭൂരൂപങ്ങൾ, മർദ്ദമേഖലയും കാറ്റും, താപനിലയും ഋതുക്കളും, ആഗോള പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കണം, ആഗോള താപനത്തെക്കുറിച്ച് പഠിക്കണം, വിവിധ രൂപത്തിലുള്ള മലിനീകരണങ്ങൾ, ഭൂപടങ്ങൾ, ഭൂപ്രകൃതി, ഭൂപടങ്ങളും അടയാളങ്ങളും, റിമോട്ട് സെൻസിങ്, ഭൂമിശാസ്ത്ര വിവര സംവിധാനം, സമുദ്രങ്ങളും അതിൻ്റെ വിവിധ ചലനങ്ങളും, ഭൂഖണ്ഡങ്ങൾ, ലോകരാഷ്ട്രങ്ങളും അതിൻ്റെ പ്രത്യേക സവിശേഷതകളും, ഇവയെല്ലാം ഈ ബേസിക്സ് ഓഫ് ജോഗ്രഫിയിൽ വരുന്നതാണ്. ഇനി ഇന്ത്യൻ ജോഗ്രഫി എടുത്താൽ അവിടെ എന്താണ്? Physiography, states and its features, northern mountain region, river, northern Great Plains, peninsular plateau, coastal plain, climate, natural vegetations, agriculture, minerals and industries, energy sources, transport system, road, water, railway, air. അപ്പോൾ അവിടെ വരുന്നത് നമ്മുടെ സംസ്ഥാനങ്ങളും അതിൻ്റെ സവിശേഷതകളും വരുന്നുണ്ട്. പിന്നെ വടക്കൻ പർവ്വത മേഖല, നദികൾ, വടക്കൻ മഹാസമതലം, അതുപോലെ തന്നെ ഉപദ്വീപീയ പീഠഭൂമി, തീരദേശ സമതലം, കാലാവസ്ഥ, പ്രകൃതി, സസ്യങ്ങൾ, കൃഷി, ധാതുക്കളും വ്യവസായങ്ങളും, ഊർജ്ജ സ്രോതസ്സുകൾ, ഗതാഗത സംവിധാനം, റോഡ്, ജലം, റെയിൽവേ, വായു, ഇവയൊക്കെയാണ് ഇന്ത്യൻ ജോഗ്രഫിയിൽ വരുന്നത്. അടുത്തത് കേരള ജോഗ്രഫി എടുത്താലും കേരളത്തിൻ്റെ ഭൂപ്രകൃതി വരും. അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റ് ആൻഡ് ഫീച്ചേഴ്സ്, ജില്ലകളും അതിൻ്റെ സവിശേഷതകളും, റിവേഴ്സ്, ക്ലൈമറ്റ്സ്, നദികൾ, കാലാവസ്ഥ, നാച്ചുറൽ വെജിറ്റേഷൻസ്, കാലാവസ്ഥ വ്യതിയാനങ്ങൾ, അതുപോലെ തന്നെ വൈൽഡ് ലൈഫ്, വന്യജീവികൾ, അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് സെൻറ്റേഴ്സ്, കൃഷിയും ഗവേഷണ കേന്ദ്രങ്ങൾ, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, ധാതുക്കളും വ്യവസായങ്ങളും, എനർജി സോഴ്സസ്, ഊർജ്ജ സ്രോതസ്സുകൾ, ഗതാഗത സംവിധാനം, ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേ, എയർ, ഇവയെല്ലാം ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി, ബേസിക്സ് ഓഫ് ജോഗ്രഫി, ഭൂമിശാസ്ത്രം, അടിസ്ഥാന ഭൂമിശാസ്ത്രത്തിൽ വരുന്നതാണ്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സും നമ്മളോട് ചോദിക്കുന്നതായിരിക്കും. ഇനി അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടക്കുമ്പം അവിടെ എക്കണോമിക്സിൻ്റെ ഭാഗമാണ്. എക്കണോമിക്സിൻ്റെ ഭാഗത്ത്, സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഭാഗത്ത് നമ്മളോട് ചോദിക്കുന്നത് നാഷണൽ ഇൻകം, ദേശീയ വരുമാനം, പെർ ക്യാപിറ്റൽ ഇൻകം, പ്രതിശീർഷ വരുമാനം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന ഘടകങ്ങൾ, അതുപോലെ തന്നെ എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, സാമ്പത്തിക ഉൽപാദന മേഖലകൾ, ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്, ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണം, 5 ഇയർ പ്ലാൻ
പഞ്ചവത്സര പദ്ധതികൾ, നീതി ആയോഗിനെ കുറിച്ച്, അതുപോലെ തന്നെ ടൈപ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സാമ്പത്തിക സ്ഥാപനങ്ങളുടെ തരങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും, ദെൻ റിസർവ് ബാങ്ക് ആൻഡ് ഫങ്ഷൻ, റിസർവ് ബാങ്കും അതിൻ്റെ പ്രവർത്തനങ്ങളും, പബ്ലിക് റവന്യൂ പൊതുവരുമാനം, നികുതി ടാക്സ്, ദെൻ നോൺ ടാക്സ് റവന്യൂസ് നികുതി ഏതര വരുമാനം, പബ്ലിക് എക്സ്പെൻഡിച്ചർ പൊതുചെലവ്, ബഡ്ജറ്റ്, ഫിസ്ക്കൽ പോളിസി ധനനയം, ദെൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ് പൊതു ഉപഭോക്തൃ സംരക്ഷണവും അവകാശങ്ങളും. അതുപോലെ തന്നെ ഈ ഭാഗത്തു നിന്ന് നമ്മളോട് ഇതുമായിട്ട് റിലേറ്റഡുള്ള കറണ്ട് അഫേഴ്സും ചോദിക്കും. 5 മാർക്കാണെന്ന് നമ്മൾ പറഞ്ഞു. അടുത്തത് നമ്മൾ സിവിക്സിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ പൊതുഭരണം, സിവിക്സിൻ്റെ ഭാഗത്ത് വരുമ്പോൾ എന്തൊക്കെയാണ് അവിടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് വരുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതായത് പൊതുഭരണം, ദെൻ ബ്യൂറോക്രസി ഉദ്യോഗസ്ഥ ഭരണം, ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ബ്യൂറോക്രസി ഉദ്യോഗസ്ഥ ഭരണത്തിൻ്റെ സവിശേഷതകളും അതിൻ്റെ പ്രവർത്തനങ്ങളും, ദെൻ ഇന്ത്യൻ സിവിൽ സർവീസ് ആൻഡ് സ്റ്റേറ്റ് സിവിൽ സർവീസ്, ഇന്ത്യൻ സിവിൽ സർവീസും സംസ്ഥാന സിവിൽ സർവീസ്, ഇ ഗവേണൻസ്, ഇൻഫർമേഷൻ കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ, ആൻഡ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അതുപോലെ തന്നെ വിവരാവകാശ നിയമം, ലോക്പാൽ ആൻഡ് ലോകായുക്ത കുറിച്ചും ലോകായുക്തയെക്കുറിച്ചും, ദെൻ ഗവൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ അതിനെക്കുറിച്ച് പഠിക്കണം. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, നിയമസഭ ഇതിനെക്കുറിച്ച്. പിന്നെ ഇലക്ഷൻ തിരഞ്ഞെടുപ്പ്, പൊളിറ്റിക്കൽ പാർട്ടീസിനെ കുറിച്ച് പഠിക്കണം. ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശ സംഘടനകൾ, ദെൻ ആക്ട് ആൻഡ് റൂൾസ് റിഗാർഡിംഗ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അപ്പം ഉപഭോക്തൃ സംരക്ഷണത്തെക്കുറിച്ച് പഠിക്കണം. ദെൻ വാട്ടർഷെഡ് മാനേജ്മെൻറ്റ്, തണ്ണീർത്തട മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് തൊഴിലുമായി ബന്ധപ്പെട്ട ദേശീയ ഗ്രാമീണ തൊഴിൽ നയങ്ങളെക്കുറിച്ച് പഠിക്കണം. അതുപോലെ ലാൻഡ് റിഫോംസ് എന്ന് വെച്ചാൽ ഭൂപരിഷ്കരണങ്ങളെക്കുറിച്ച് പഠിക്കണം. ദെൻ അടുത്തത് പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ, ചിൽഡ്രൻ ആൻഡ് ഓൾഡ് ഏജ് പീപ്പിൾ, സോഷ്യൽ വെൽഫെയർ, സോഷ്യൽ സെക്യൂരിറ്റി അപ്പോൾ സ്ത്രീകൾ, കുട്ടികൾ, വൃദ്ധർ എന്നിവരുടെ സംരക്ഷണം, സാമൂഹിക ക്ഷേമം. ദെൻ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ, സാമൂഹിക സുരക്ഷ എന്നിവയെക്കുറിച്ചുള്ള നിയമങ്ങളും ചട്ടങ്ങളും, സാമൂഹിക സാമ്പത്തിക സ്ഥിതി വിവര കണക്കുകൾ. ഇത്രയുമാണ് സിവിക്സിൽ വരുന്നത്. വളരെ വൈഡായിട്ടുള്ള ഒരു ഭാഗമാണ്. അതിൽ നമുക്ക് എത്ര മാർക്കാണ്? 5 മാർക്കാണ്. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സും നമ്മൾ പഠിക്കണം. അടുത്തതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് പഠിക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയെക്കുറിച്ച് നമ്മൾ പഠിക്കണം. ഭരണഘടനാ നിർമ്മാണ സഭ അല്ലേ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ച് പഠിക്കണം. അതിന് കൂടാതെ അടുത്ത പ്രിയാമ്പിൾ ആമുഖം, ദെൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൗലിക അവകാശങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നിർദ്ദേശക തത്വം, ദെൻ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് മൗലിക കടമകൾ, സിറ്റിസൺഷിപ്പ് പൗരത്വം, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് ഭരണഘടനാ ഭേദഗതികൾ, പഞ്ചായത്ത് രാജിനെ കുറിച്ച് പഠിക്കണം. ഭരണഘടനാ സ്ഥാപനങ്ങളും അതിൻ്റെ ഫങ്ഷൻസും, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദെയർ ഫങ്ഷൻസ്. ദെൻ എമർജൻസി അടിയന്തരാവസ്ഥ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. പിന്നെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് നമ്മൾ പഠിക്കണം. അടുത്തതാണ് കലാ, കായിക, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ഇവയിൽ നിന്നൊക്കെ കറണ്ട് അഫേഴ്സും കൂടെ കൂട്ടി നമുക്ക് 10 മാർക്കാണ് വരുന്നത് അല്ലേ. അപ്പോൾ കല എന്ന ഭാഗത്തു നിന്ന് വരുന്നത് കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രവ്യ കലകൾ, ഇവയുടെ ഉദ്ഭവം, വ്യാപനം, പരിശീലനം എന്നിവയെക്കുറിച്ച്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശസ്തമായ സ്ഥലങ്ങൾ, പ്രശസ്തമായ സ്ഥാപനങ്ങൾ, പ്രശസ്തരായ വ്യക്തികൾ, പ്രശസ്തരായ കലാകാരന്മാർ, പ്രശസ്തരായ എഴുത്തുകാർ എന്നിവയെക്കുറിച്ചെല്ലാം ഈ കല എന്ന ഭാഗത്ത് നിന്ന് നമ്മളോട് ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ അടുത്തതാണ് കായികം എന്ന ഭാഗത്ത് കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ, അവരുടെ കായിക ഇനങ്ങൾ, നേട്ടങ്ങൾ, അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ എന്നിവയെക്കുറിച്ച് ഈ ഭാഗത്ത് ചോദിക്കുന്നുണ്ട്. പിന്നെ പ്രധാന അവാർഡുകൾ, അതുപോലെ എല്ലാ പ്രധാന അവാർഡുകളും
നമ്മളോട് ചോദിക്കും. അവാർഡ് ജേതാക്കൾ, ഓരോ അവാർഡും ഏത് മേഖലയിലെ പ്രകടനത്തിനാണ് നൽകുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ പ്രധാനപ്പെട്ട ട്രോഫികൾ, ചില മത്സരങ്ങളും കായിക ഇനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ട്രോഫികൾ, അതിൻ്റെ പേരുകൾ, ഏത് മത്സര ഇനമായി അത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ പഠിക്കണം. പ്രധാന കായിക ഇനങ്ങളെക്കുറിച്ച് പഠിക്കണം. പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം എത്രയാണെന്ന് പഠിക്കണം. പിന്നെ കളികളുമായി ബന്ധപ്പെട്ട പ്രധാന ടേംസ് ഒക്കെ എന്താണെന്ന് പഠിക്കണം. പിന്നെ ഒളിമ്പിക്സ്, അതിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ, പ്രധാന വേദികൾ, രാജ്യങ്ങൾ, പ്രശസ്തമായ വിജയങ്ങൾ, കായിക താരങ്ങൾ, ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ, വിൻ്റർ ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ്, ദെൻ ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, സാഫ് ഗെയിംസ്, ഇവയെക്കുറിച്ചെല്ലാം പഠിക്കണം. ഇതിൻ്റെയൊക്കെ വേദികൾ, രാജ്യങ്ങൾ, അവിടേക്ക് ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം, അതുമായി ബന്ധപ്പെട്ട മറ്റു വസ്തുതകൾ, ദെൻ നാഷണൽ ഗെയിംസിൻ്റെ ഇനങ്ങൾ, മത്സരങ്ങൾ, അവിടുത്തെ താരങ്ങൾ, അവരുടെ നേട്ടങ്ങൾ, ഇവയെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതെല്ലാം കറണ്ട് അഫേഴ്സ് ഭാഗത്തു നിന്നാണ് നമ്മളോട് കൂടുതലായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളത്. ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങളും അതുമായി ബന്ധപ്പെട്ട വിനോദങ്ങളും എല്ലാം നമ്മളൊന്ന് പഠിച്ചിരിക്കണം. സാഹിത്യത്തിൻ്റെ ഭാഗത്തു നിന്ന് നമ്മളോട് ചോദിക്കുന്നത് മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, അതിൻ്റെ ആദ്യ കൃതികൾ, കർത്താക്കൾ, ഇവരെക്കുറിച്ചൊക്കെ ആയിരിക്കും. ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ, അവയുടെ കർത്താക്കൾ, എഴുത്തുകാർ, തൂലികാ നാമങ്ങൾ, അപരനാമങ്ങൾ, കഥാപാത്രങ്ങൾ, കൃതികൾ, പ്രശസ്തമായ വരികൾ, കൃതികൾ, എഴുത്തുകാർ, മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ആരംഭം, തുടക്കം കുറിച്ചവർ, ആനുകാലികങ്ങൾ, പിന്നെ പ്രധാനപ്പെട്ട അവാർഡുകൾ, ബഹുമതികൾ, അവാർഡിന് അർഹരായ എഴുത്തുകാർ, കൃതികൾ എന്നിവയെക്കുറിച്ചും, അതുപോലെ തന്നെ ജ്ഞാനപീഠം നേടിയ മലയാളികളും അവരുമായി ബന്ധപ്പെട്ട വസ്തുതകൾ, മലയാള സിനിമയുടെ ഉത്ഭവവും വളർച്ചയും നാഴികക്കല്ലും, പ്രധാന സംഭാവന നൽകിയവർ, മലയാള സിനിമയും ദേശീയ അവാർഡും, ഇവിടെ നിന്നെല്ലാം നമ്മളോട് ചോദ്യങ്ങൾ ഉറപ്പാണ്. ഇതെല്ലാം എന്തായിരിക്കും? കറണ്ട് അഫേഴ്സുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ചോദിക്കുന്നത്. കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രശസ്തമായ ഉത്സവങ്ങൾ, കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ. അപ്പോൾ ഇതിനെക്കുറിച്ച് എല്ലാം ഒരു ഐഡിയ വേണം. അതുപോലെ തന്നെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിൽ നിന്നായിരിക്കും നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യത കൂടുതലേറെയും. കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഭാഗത്തു നിന്ന് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്ക്. അതിൽ ഹാർഡ്വെയർ, ഇൻപുട്ട് ഡിവൈസിൻ്റെ നെയിംസ്, അതിൻ്റെ യൂസസ്, ഔട്ട്പുട്ട് ഡിവൈസ് നെയിംസ് ആൻഡ് യൂസസ് ഓർ ഫീച്ചേഴ്സ്, മെമ്മറി ഡിവൈസിൻ്റെ പ്രൈമറി ആൻഡ് സെക്കൻഡറി, അതിൻ്റെ എക്സാമ്പിൾസ്, ഫീച്ചേഴ്സ്. സോഫ്റ്റ്വെയർ എന്ന ടോപ്പിക്കിൽ നിന്നും ക്ലാസിഫിക്കേഷൻസ്, സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഫങ്ഷൻസ് ആൻഡ് എക്സാമ്പിൾസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ദെൻ പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജ്, വേഡ് പ്രൊസസ്സർ, ദെൻ സ്പ്രെഡ്ഷീറ്റ്, ഡേറ്റാബേസ്, പാക്കേജ്, പ്രസൻറ്റേഷൻ, ഇമേജ് എഡിറ്റർ, ഇതിൻ്റെയൊക്കെ യൂസസ്, ഫീച്ചേഴ്സ്, ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ് ഓഫ് ഈച്ച്, ഇതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ദെൻ ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ്, ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, ഇൻപുട്ട്, ഔട്ട്പുട്ട്, സ്റ്റോർ, കൺട്രോൾ, ട്രാൻസ്ഫർ, ഓക്കെ, ഇതൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ദെൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ കുറിച്ചാണെങ്കിൽ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്, ലാൻ, വാൻ, മാൻ, ഫീച്ചേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ഏരിയ, എവിടെയൊക്കെയാണ് ഇത് നമ്മൾ ആപ്ലിക്കബിൾ ആകുന്നത് അതിനെക്കുറിച്ച്. ദെൻ നെറ്റ്വർക്ക് ഡിവൈസ്, മീഡിയ, സ്വിച്ച്, ഹബ്ബ്, റോട്ടർ, ബ്രിഡ്ജ്, ഗേറ്റ്വേ, ഇതിൻ്റെ എല്ലാം ഉപയോഗത്തെക്കുറിച്ചായിരിക്കും ചോദിക്കുന്നത് കേട്ടോ. ദെൻ ഇൻ്റർനെറ്റ് എന്ന ടോപ്പിക്കിൽ നിന്നും സർവീസസ്, www, ഇമെയിൽ, സെർച്ച് എൻജിൻസ്, എക്സാമ്പിൾസ് ആൻഡ് പർപ്പസസ് ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്ന മേഖല. സോഷ്യൽ മീഡിയ ആണെങ്കിൽ എക്സാമ്പിൾ ആൻഡ് ഫീച്ചേഴ്സ്, വെബ് ഡിസൈനിങ്, ബ്രൗസർ, HTML, അതിനെക്കുറിച്ചുള്ള അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിക്കുകയുള്ളൂ. സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്, ടൈപ്സ് ഓഫ് ക്രൈംസ്, അവെയർനെസ് ലെവൽ, IT ആക്ട് ആൻഡ് അതർ ലോസ്, അവെയർനെസ് ലെവൽ, അതായത് നമുക്ക് ബേസിക്കായിട്ട് സൈബർ ക്രൈമിന്, സൈബർ ലോയെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ട IT ആക്ടുമായി ബന്ധപ്പെട്ട മറ്റ് നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. ഇനി സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് 5 മാർക്കാണ് വരുന്നത്. സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഗത്തു നിന്നും 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സ്വഭാവവും വ്യാപ്തിയും, റിലവൻസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, നാഷണൽ പോളിസി ഓൺ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻസ്, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പ്രസക്തിയും ശാസ്ത്ര സാങ്കേതിക വിദ്യയെ നവീന ആശയങ്ങളെയും കുറിച്ചുള്ള ദേശീയ നയം,
അതുപോലെ തന്നെ ബേസിക്സ് ഓഫ് എവരിഡേ സയൻസ്, ദൈനംദിന ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ, ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരം, പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ, ഫുഡ്, ന്യൂട്രീഷൻ, പൊതുജനാരോഗ്യവും സാമൂഹ്യ വൈവിധ്യശാസ്ത്രം, ഭക്ഷണം, പോഷകാഹാരം, ആരോഗ്യ സംരക്ഷണം. ദെൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ പ്രൊമോട്ടിംഗ് ഇൻ്റഗ്രേഷൻ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ, ദെയർ ആക്ടിവിറ്റീസ് ആൻഡ് കോൺട്രിബ്യൂഷൻ ഓഫ് പ്രൊമിനൻറ്റ് ഇന്ത്യൻ സയൻറ്റിസ്റ്റ്. അപ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നവീകരണത്തിൻ്റെ പ്രവർത്തനവും പ്രോത്സാഹിപ്പിക്കുന്ന ഇന്ത്യയിലെ സ്ഥാപനങ്ങളും സംഘടനകളും അവയുടെ പ്രവർത്തനങ്ങളും സംഭാവനകളും പിന്നെ പ്രമുഖ ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാരുടെ സംഭാവനകളും എന്നതാണ് ഒന്നാമത്തെ പോയിന്റിൽ. ഇത്രയാണ് ചോദിക്കുന്നത്. ഇനി 2 ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫൻസ്, എവല്യൂഷൻ ബഹിരാകാശത്തും പ്രതിരോധത്തിലുള്ള സാങ്കേതികവിദ്യ, എവല്യൂഷൻസ് ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം, ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പരിണാമം. ദെൻ ISRO ഇറ്റ്സ് ആക്ടിവിറ്റീസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ്, ISROയുടെ പ്രവർത്തനങ്ങളും നേട്ടങ്ങളും. വേരിയസ് സാറ്റലൈറ്റ് പ്രോഗ്രാം, വിവിധ ഉപഗ്രഹ പരിപാടികൾ. DRDO വിഷൻ, DRDOയുടെ വിഷൻ, മിഷൻ ആൻഡ് ആക്ടിവിറ്റീസ്, ദൗത്യവും പ്രവർത്തനങ്ങളും. ദെൻ എനർജി റിക്വയർമെൻറ്റ് ആൻഡ് എഫിഷ്യൻസി, ഊർജ ആവശ്യകതയും കാര്യക്ഷമതയും. അവിടെ ഇന്ത്യാസ് എക്സിസ്റ്റിംഗ് എനർജി നീഡ് ആൻഡ് ഇന്ത്യാസ് എനർജി റിസോഴ്സസ് ആൻഡ് ഡിപ്പെൻഡൻസ്. അപ്പം നമ്മുടെ ഇന്ത്യയുടെ നിലവിലുള്ള ഊർജ്ജ ആവശ്യങ്ങളും കമ്മിയും ഇന്ത്യയുടെ ഊർജ്ജ സ്രോതസ്സുകളും ആശ്രിതത്വവും, അതുപോലെ തന്നെ റീന്യൂവബിൾ ആൻഡ് നോൺ റീന്യൂവബിൾ എനർജി സോഴ്സസ്, ഊർജ്ജ സ്രോതസ്സുകളും അത് പുനരുപയോഗിക്കാവുന്നതും പുനരുപയോഗിക്കാൻ കഴിയാത്തതുമായ ഊർജ്ജ സ്രോതസ്സുകളെക്കുറിച്ച്. ദെൻ എനർജി പോളിസി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഊർജ്ജ നയം, ഗവൺമെൻറ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്, ഗവൺമെൻറ്റിൻ്റെ നയങ്ങളും പരിപാടികളും. എനർജി സെക്യൂരിറ്റി ആൻഡ് ന്യൂക്ലിയർ പോളിസീസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയും ആണവ നയവും. ദെൻ എൻവയോൺമെൻറ്റൽ സയൻസ് പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ ഭാഗത്തു നിന്ന് നമ്മളോട് ചോദിക്കുന്നത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ആശങ്കകളും, ഇഷ്യൂ ആൻഡ് കൺസേൺ റിലേറ്റഡ് ടു എൻവയോൺമെൻറ്റ്, ഇറ്റ്സ് ലീഗൽ അക്സെപ്റ്റ്സ്, പോളിസീസ് ആൻഡ് ട്രീറ്റീസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെൻറ്റ് അറ്റ് ദ നാഷണൽ ആൻഡ് ദ ഇൻ്റർനാഷണൽ ലെവൽ, എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അപ്പം നമ്മുടെ അന്തർദേശീയ തലങ്ങളിൽ പരിസ്ഥിതി സംരക്ഷണത്തിനായ നയങ്ങളും ഉടമ്പടികളും സുസ്ഥിര വികസനത്തിനായുള്ള പരിസ്ഥിതി സംരക്ഷണം. ദെൻ ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യം, അതിൻ്റെ പ്രാധാന്യവും ആശങ്കകളും, ഇമ്പോർട്ടൻസ് ആൻഡ് കൺസേൺസ്, ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനം, ഇൻ്റർനാഷണൽ ഇനിഷ്യേറ്റീവ്സ്, policies and protocols of Indian commitments, Western Ghat features, characteristics and issues, forest and wildlife legal framework for forest and wildlife conservation in India, environmental hazards, pollution, carbon emission and global warming, developments in biotechnology, green technology and nanotechnology. അപ്പോൾ നമ്മുടെ ജൈവ വൈവിധ്യം, അതിൻ്റെ പ്രാധാന്യം, ആശങ്കകൾ, കാലാവസ്ഥാ വ്യതിയാനം, അന്താരാഷ്ട്ര സംരംഭങ്ങൾ, ഇന്ത്യയുടെ പ്രതിബദ്ധത, പശ്ചിമഘട്ടം സവിശേഷതകൾ, സ്വഭാവ സവിശേഷതകളും പ്രശ്നങ്ങളും, വനവും വന്യജീവി, ഇന്ത്യയിലെ വന്യജീവി സംരക്ഷണത്തിലെ നിയമങ്ങളും ചട്ടക്കൂടുകളും, പരിസ്ഥിതി അപകടങ്ങൾ, മലിനീകരണം, കാർബൺ പുറന്തള്ളൽ, ആഗോളതാപനം, അതുപോലെ തന്നെ ബയോടെക്നോളജി, ഗ്രീൻ ടെക്നോളജി, നാനോ ടെക്നോളജി എന്നിവയിലെ വികസനം. ഇത്രയാണ് ഈ ഭാഗത്തു നിന്ന്. പിന്നെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സും. ഇനി സിമ്പിൾ അരിത്തമാറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി എന്ന ഭാഗത്ത് നിന്ന് 20 മാർക്കാണ് നമുക്ക് വരുന്നത്. അതിൽ ആദ്യ ഭാഗത്ത് സിമ്പിൾ അരിത്തമാറ്റിക് 10 മാർക്കാണ്. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും, ശതമാനം, ലാഭം നഷ്ടം, സാധാരണ പലിശ, കൂട്ടുപലിശ, അംശബന്ധവും അനുപാതവും, സമയവും ദൂരവും, സമയവും പ്രവൃത്തിയും, ശരാശരി, കൃത്യംഗങ്ങൾ, ജാമിതീയ രൂപങ്ങളുടെ ചുറ്റളവ്, വിസ്തീർണം, വ്യാപ്തം തുടങ്ങിയവ, പ്രോഗ്രഷനുകൾ. ദെൻ മാനസിക ശേഷി മെൻ്റൽ എബിലിറ്റിയുടെ ഭാഗത്തു നിന്ന് 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ശ്രേണികൾ, സംഖ്യാശ്രേണികൾ, അക്ഷരശ്രേണികൾ, ദെൻ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ, സ്ഥാനനിർണയ പരിശോധന, സമാന ബന്ധങ്ങൾ, ഒറ്റയാനെ കണ്ടെത്തുക, സംഖ്യാവലോകന പ്രശ്നം, കോഡിങ്, ഡീകോഡിങ്, കുടുംബ ബന്ധങ്ങൾ, ദിശാവബോധം, ക്ലോക്കിലെ സമയവും കോണളവും, ക്ലോക്കിലെ സമയവും പ്രതിബിംബവും, കലണ്ടറും തീയതിയും, ക്ലറിക്കൽ ശേഷി പരിശോധിക്കുന്നതിനുള്ള ചോദ്യങ്ങൾ. ദെൻ ജനറൽ ഇംഗ്ലീഷിൻ്റെ ഭാഗത്തു നിന്ന് 20 മാർക്കിനാണ് വരുന്നത്. അതിൽ ഇംഗ്ലീഷ് ഗ്രാമർ 10 മാർക്കിന്, ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ആൻഡ് ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസ്,
different part of speech, agreement of subject and verb, articles, definite and indefinite article, uses of primary and modal auxiliary verb, question tag, infinity and gerund, tense, tenses in conditional sentence, preposition, the use of correlatives, direct and indirect speech, active passive voice, corrections of sentence, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺസ്. ഇനി വൊക്കാബുലറിയുടെ ഭാഗത്തു നിന്ന് 10 മാർക്കിൽ സിംഗുലർ, പ്ലൂറൽ, ചേഞ്ച് ഓഫ് ജെൻഡർ, കളക്റ്റീവ് നൗൺ, വേർഡ് ഫോർമേഷൻ ഫ്രം അതർ വേർഡ് ആൻഡ് യൂസ് ഓഫ് പ്രിഫിക്സ് ഓർ സഫിക്സ്, കോമ്പൗണ്ട് വേർഡ്സ്, സിനോണിംസ്, ആൻറ്റോണിംസ്, ഫ്രേസൽ വെർബ്, ഫോറിൻ വേർഡ് ആൻഡ് ഫ്രേസസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ്, സ്പെല്ലിംഗ് ടെസ്റ്റ്, ഇഡിയംസ് ആൻഡ് ദെയർ മീനിങ്സ്, എക്സ്പാൻഷൻസ് ആൻഡ് മീനിങ് ഓഫ് കോമൺ അബ്രിവിയേഷൻസ്. ഇനി മലയാളം ആണെങ്കിലോ പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ. എത്ര മാർക്കാ? 10 മാർക്കാണ് കേട്ടോ. ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാന പദം ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം, വാക്യങ്ങൾ ചേർത്തെഴുതുന്നത്. അപ്പോൾ ഈ ഇത്രയോ ആണ് നമ്മുടെ 10th പ്രിലിമിനറിയുടെ സിലബസായിട്ട് ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നു മുതൽ ഡിഗ്രി പ്രിലിംസിന് നമുക്ക് ഒരു മെയ് മാസത്തിലോടായിരിക്കും പ്രിലിമിനറി എക്സാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് വേണ്ടിയിട്ട് ഇന്നു മുതൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ ഓരോ ടോപ്പിക് റിലേറ്റഡ് ക്ലാസ്സുകൾ നമ്മൾ ചെയ്തു തുടങ്ങുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കഴിവതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും ക്ലാസ്സുകൾ കാണുക, നിങ്ങൾ ഫോളോ ചെയ്ത് പോകുക. നമ്മൾ ഡിഗ്രി ലെവലിൻ്റെ സിലബസ് തീർത്ത ടോപ്പിക്ക് നമുക്ക് പഠിച്ച് റിവിഷൻ ചെയ്യണം. എക്സാം ആകുമ്പോഴേക്കും അതിൻ്റെ കൂടെ കറണ്ട് അഫേഴ്സും പഠിച്ചു പോകണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഒന്നിച്ച് പഠിച്ച് മുൻപോട്ട് പോകാം. അപ്പോൾ ഇന്നു മുതൽ നമ്മൾ ഡിഗ്രി പ്രിലിംസിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പറും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ അതുപോലെ തന്നെ നമ്മൾ കുറേശ്ശെ നമ്മൾ അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ പഠിച്ചു പോകുന്നതായിരിക്കും. ഡിസ്കസ് ചെയ്ത് തന്നെ നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കണം. എല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക, ക്ലാസ്സുകൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സിലബസിനെ കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.